ഫോൺ കാണിച്ചാണോ നിങ്ങൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്? അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണ് സ്ക്രീൻ ഫീഡിങ്. ഐ എം ഡോക്ടർ ബിമ ഫ്രം ഡോക്ടർ ബിമ ക്ലിനിക് ഫോർ ചൈൽഡ് ഡെവലപ്മെൻറ്റ്. ഡോക്ടറെ, എൻ്റെ കുട്ടിക്ക് 3 വയസ്സായി. എൻ്റെ കുട്ടീനെ അടുത്ത വർഷം എനിക്ക് സ്കൂളിൽ വിടണം, ഈ വർഷം തൊട്ട് നഴ്സറിയിൽ വിടണം. പക്ഷേ ഞങ്ങൾ വളരെ ഒരു ആശയക്കുഴപ്പത്തിലാണ്. അതുകൊണ്ടാണ് ഡോക്ടറിൻ്റെ അടുത്ത് വന്നിട്ടുള്ളത്. ഞാൻ ചോദിച്ചു, അതെന്താണ്? എൻ്റെ കുട്ടി ഭക്ഷണം ഒരു വാ കഴിക്കണമെങ്കിൽ ആ കുട്ടിക്ക് ഒന്നെങ്കിൽ TV അല്ലെങ്കിൽ ഫോൺ വെച്ച് കൊടുക്കണം. ഇത് കണ്ടാൽ മാത്രമേ കുട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുള്ളൂ. ഈ ഒരു അവസ്ഥയാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ സ്ക്രീൻ ഫീഡിങ് എന്ന് പറയുന്നത്. സ്ക്രീൻ യൂസ് ചെയ്ത് മാത്രം ഭക്ഷണം കഴിക്കുമ്പോൾ ആ കുട്ടി എങ്ങനെയാണ് അറിയുന്നത് ആ കുട്ടി എന്താണ് ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ളത്, അതിൻ്റെ ടെക്സ്ചർ എന്താണ്, അതിൻ്റെ ആക്ച്വൽ ടേസ്റ്റ് പോലും കുട്ടിക്ക് ചിലപ്പോൾ അത് കിട്ടുന്നുണ്ടാവില്ല. ബിക്കോസ് കുട്ടി കൂടുതലും വിഷ്വലി അതിൽ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഇരിക്കുകയായിരിക്കും. ഫുൾനെസ് ഫീൽ ചെയ്യാതെ വയറിൽ കൂടുതൽ ഭക്ഷണം കഴിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഭക്ഷണം കുറവിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് രണ്ടും ന്യൂട്രീഷണൽ ഫാക്ടേഴ്സാണ്. പിന്നെ കുട്ടിയുടെ സെൻസറി ഡിഫിക്കൽട്ടീസ്, അതായത് നമ്മുടെ ക്ലിനിക്കിലൊക്കെ കുറേ കുട്ടികൾ വരുന്നുണ്ട്, വേറെ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ കുട്ടികൾ ഈ സ്ക്രീൻ ഫീഡിങ് കാരണം കുട്ടിക്ക് അറിയണില്ല കുട്ടി എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്, എന്തൊക്കെ ടെക്സ്റ്റേഴ്സിലുള്ളത്, എന്തൊക്കെ ടേസ്റ്റിലുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ കുട്ടികൾ കൂടുതൽ പിക്കി ഈറ്റേഴ്സ് ആവാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഈ പേരൻസ് ഇവർക്കൊരു അവസരം കൊടുക്കുന്നില്ല അവരുടെ ഒരു ഹംഗ്രി മനസ്സിലാക്കി, അവർ വിശന്നിട്ട് വന്ന് ഭക്ഷണം ചോദിക്കാൻ. അവർ ടൈംലി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ വിത്ത് സ്ക്രീൻ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് തന്നെ ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ പേരൻസായിട്ടോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു അവസരം പേരൻസ് ഒരുക്കി കൊടുക്കുന്നില്ല. വേറെ ദഹന സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ പ്രശ്നങ്ങൾ കാണാറുണ്ട്. അതുപോലെ ഉറക്കത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. ആ കുട്ടിക്ക് സ്കൂളിൽ പോകുമ്പോഴും നമ്മൾ TV വെച്ച് കൊടുത്താലേ അല്ലെങ്കിൽ ഫോൺ കൊടുത്താലേ ഭക്ഷണം കഴിക്കുള്ളൂ എന്നുള്ളൊരു രീതിയിലേക്കായി മാറും. അതുപോലെ നോർമലായിട്ട് കുട്ടികൾക്ക് സെൽഫ് ഫീഡ് ചെയ്യാനുള്ള അവസരങ്ങളുമാണ് നമ്മൾ നഷ്ടപ്പെടുത്തി കൊടുക്കുന്നത്. റീസെൻറ്റ് IIP സ്റ്റഡി കേരളത്തിൽ നടത്തിയതിനനുബന്ധിച്ച് 70% മാതാപിതാക്കളും സ്ക്രീൻ ഫീഡിങ് യൂസ് ചെയ്യുന്നതായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. എങ്ങനെ നമ്മുടെ കുഞ്ഞു മക്കളുടെ ഭക്ഷണം സ്ക്രീൻ ഫ്രീ ആക്കി മാറ്റാം? മാതാപിതാക്കൾ മാതൃകയാവുക. ഒരു കാരണവശാലും മാതാപിതാക്കൾ ഭക്ഷണം കഴിക്കുമ്പം മൊബൈലോ അല്ലെങ്കിൽ സ്ക്രീനോ യൂസ് ചെയ്യാതിരിക്കുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ പറ്റിയും അതിൻ്റെ വാല്യൂവും അതിൻ്റെ മോറൽ വാല്യൂസും അതിൻ്റെ വേറെ ഫിസിക്കൽ സ്ട്രക്ചേഴ്സും ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് ഒരു ഇൻട്രാക്റ്റീവായിട്ട് ഭക്ഷണം കഴിക്കുക. കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ആനിമൽസ് അങ്ങനത്തെയൊക്കെ കുറച്ചും കൂടെ കളർഫുള്ളായിട്ടുള്ള സെറ്റിംഗ് ഒരു പ്ലേറ്റൊക്കെ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് കൂടുതലും സ്വന്തം കഴിക്കാനായിട്ടുള്ള പ്രവണതയൊക്കെ കൂടും. അങ്ങനെ അവരെ ഒന്ന് റീഇൻഫോഴ്സ് ചെയ്ത് വിടുക. കുട്ടികൾ ഒരു കാരണവശാലും ഭക്ഷണം നിർബന്ധിച്ച് കഴിപ്പിക്കാതിരിക്കുക. കുട്ടികൾക്ക് വിശക്കുമ്പോൾ കുട്ടികൾ വന്ന് പറയാനുള്ള അവസരം ആ കുട്ടിക്ക് കൊടുക്കുക. നമ്മുടെ ഡിമാൻഡിൽ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് കൂടുതലായിട്ട് സ്ക്രീൻ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. സ്ക്രീൻ ഫീഡിങ് ഒഴിവാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ന് തൊട്ട് ഞാൻ സ്ക്രീൻ കൊടുക്കാതെ എന്നെ കഴിപ്പിക്കുള്ളൂ എന്നുള്ള വാശിയേക്കാളും പകരം ഗ്രാജ്വലി ആ സ്ക്രീൻ ഫീഡിങ് മീൽസ്, അതായത് സ്ക്രീൻ കണ്ടുകൊണ്ട് കഴിക്കുന്ന മീൽസിൻ്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ്.